വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ വന്നിട്ട് നായനോട് പറയുന്നുണ്ട്, ആ പേരും കള്ളിയും അവളുടെ അമ്മയും കൂടെ കൂടിയാ ഇതെല്ലാം ഒപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അന്ന് തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. ആ മാലിടിക്കുന്ന കാരണം തന്നെ ആ തള്ളയാ. അതുപോലെ തന്നെ നീ ഉണ്ടാക്കിയ പായസത്തില് എല്ലാം മിക്സ് ചെയ്തും അവർ തന്നെയാ. എന്തായാലും കള്ളികളെ കൈയുടെ പിടികൂടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നയന് പറയാണ്, അല്ലെങ്കിൽ തന്നെ മാലിട്ട് സ്വാമിമാർക്ക് കൊടുക്കാനുള്ള പായസത്തിലാണോ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്നത്? എന്തൊരു തള്ളയും മോളോ അത് എന്നൊക്കെ പറയാണ് അവർ രണ്ടുപേരും. നവ്യ പറയാണ്, എനിക്കിപ്പോ ഉറപ്പാടി ആ മാല അടിച്ചു മാറ്റിയത് അവള് തന്നെയാ. അവളെ മഹാകള്ളി. എല്ലാ അടവുകളും പഠിച്ചിട്ട് വന്നവളാ. 10-22 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയാന്ന് ഓർത്തപ്പോ അവളുടെ കയ്യിലിരിപ്പ് അതിനപ്പുറവാ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ തെളിയിക്കാൻ ചേച്ചി? ഇപ്പൊ എല്ലാവരെയും കണ്ണിൽ ഉണ്ണിയാണല്ലോ അവള്. നമ്മൾ കണ്ണിലെ കാരണം നമ്മളൊന്നും മിണ്ടാ നിൽക്കണ്ട. അവള് എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കല്ലേ. ഭയങ്കര കാശുകാരിയാണെന്നല്ലേ പറച്ചില്. ആർക്കറിയടി കാശുകാരാന്ന്? എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒന്നും ഒരു വകയില്ലാത്തവള് തന്നെയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ആ മാല മോഷ്ടിക്കേണ്ട കാര്യമുണ്ടോ? നയന് പറയാണ്, ചേച്ചി ഒരുപക്ഷെ നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവളുടെ വീട്ടുകാരെ അടിച്ചു മാറ്റിയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവർ സ്വന്തമായിട്ട് അങ്ങ് സൂക്ഷിച്ചാ പോരെ, അവരെന്തിനത് വിൽക്കാൻ കൊടുക്കണം? അതുകൊണ്ടല്ലേ അത് ആദർശേട്ടന്റെ കയ്യിൽ വന്നത്. ആദർശേട്ടന്റെ കയ്യിൽ വന്ന സമയത്ത് വേറെ സ്വർണ്ണം ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത്. അങ്ങനെയാണെങ്കിൽ ആ കൊടുത്ത സ്വർണ്ണം മൊത്തം കൊടുത്തു കാണില്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ ചേച്ചി? നമ്മൾ എന്ത് പറഞ്ഞാലും അതൊന്നും ആർക്കും പിടിക്കില്ല. അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടാതിരിക്കണം നല്ലതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ മിണ്ടാതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എന്തായാലും അവളുടെ മുറി സെർച്ച് ചെയ്യാൻ പോവാ. അവളുടെ മുറി സെർച്ച് ചെയ്യാനോ? എന്തിനു ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? എന്ത് പ്രശ്നമാടി? നമ്മൾ മുറി സെർച്ച് ചെയ്യാൻ പോവാ, ആരും കാണാതെ. എങ്ങനെ ആരും കാണാതിരിക്കും? എല്ലാവരും ഏത് സമയത്തും ഇവിടെയുണ്ട്. അതില്ലാതെ ആരും ഇല്ലാത്ത ഒരു സമയം പോലും ഇവിടെ ഇല്ല. ആ സമയത്ത് നമ്മൾ കയറി എന്തെങ്കിലും ആരിലും കണ്ണിപ്പെട്ടാലേ ആ സ്വർണ്ണം മോഷിച്ച് നമ്മളാണെന്നും വരും. പിന്നെ അവിടെ ഉള്ളത് മുഴുവനും മോഷിച്ച് നമ്മളാണെന്ന് തന്നെ വരും. നമ്മളാവും പിന്നെ പെരും കള്ളികൾ. അതുകൊണ്ട് അമ്മാതിരി റിസ്കിനൊന്നും ചേച്ചി നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അനുസരിച്ചാൽ മതി. നാളെയെ നിന്റെ അമ്മായിമ്മയും എന്റെ അമ്മായിമ്മയും എല്ലാം കൂടി അമ്പലത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞ് കേട്ടില്ലേ? നമ്മൾ 2 മരുമക്കളും മാത്രം വരണ്ട, അവരെല്ലാം കൂടി പോവാണെന്ന്. അതിനവർക്ക് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തശ്ശനും അവരുടെ കൂടെ പോകുന്നില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അവര് തന്നെയല്ലേ പോകുന്നത്. എല്ലാവരുടെ പോയിട്ട് വരട്ടെ. അതാ ഞാൻ പറഞ്ഞത്, അതാണ് നമുക്ക് പറ്റിയ അവസരം. എന്റെ അമ്മായിമ്മ ഇല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ പകുതി തലവേദന ഒഴിഞ്ഞു. പിന്നെ നിന്റെ അമ്മായിമ്മയും അനിയുടെ അമ്മയും എല്ലാവരും കൂടെ പോവാണെങ്കിലേ നമുക്ക് സെർച്ച് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ആദ്യശേട്ടനും അച്ഛനും ചെറിയച്ഛനും എല്ലാവരും കൂടിയിട്ട് ഓഫീസിലേക്ക് പൊക്കോളും. അനിയും പോകും. പിന്നുള്ളത് മുത്തശ്ശനല്ലേ, അവരവരുടെ മുറിയിൽ ഇരുന്നോളും. ഈ സമയത്ത് നമുക്ക് കയറി സെർച്ച് ചെയ്യണം. എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടാതിരിക്കില്ല. വല്യമ്മ അവൾക്ക് കൊടുത്ത സ്വർണ്ണങ്ങൾ മൊത്തം അവിടെ ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവൾ കൊണ്ടുവന്ന സ്വർണ്ണം അവിടെ ഉണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും ഒരു പിഴ പറ്റുണ്ടോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എന്തായാലും അവൾ കൊണ്ടുവന്ന സ്വർണ്ണവും നിന്റെ അമ്മായിമ്മ കൊടുത്ത സ്വർണ്ണം ഏതാന്നൊക്കെ നിനക്കും എനിക്കൊക്കെ നിന്നിട്ട് അറിയാലോ എന്ന് പറയുന്നുണ്ട്. അത് ശരിയായേച്ചി, കുറെ നാളുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയും കണ്ടുപിടിക്കണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, അവളുടെ മുറിയിലേക്ക് കയറാൻ പറ്റണ്ടേ? നമ്മൾ കള്ളികളായി പോവല്ലോ, അത് പേടിച്ചിട്ടാ ചെയ്യാത്തെ. പിന്നൊരു കാര്യമുണ്ട്, CCTV ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അവരുടെ റൂമിന്റെ വാതിൽക്ക് വരെയൊക്കെ CCTV ഉള്ളതാ. എന്തെങ്കിലും പെട്ടാലേ നമ്മൾ അങ്ങ് പെടും, അത് ഓർമ്മ വേണം. അതൊക്കെ ഐഡിയ ഉണ്ട്, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, എല്ലാം ഞാൻ ഏറ്റു എന്ന് പറയാണ് നവ്യ. അങ്ങനെ ഇവരെല്ലാവരും രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവാണ്. നവ്യ പറയാണ്, ഇത് തന്നെയാണ് പറ്റിയ അവസരം. നീ മുറിയിലേക്ക് പോയി നോക്കിയിട്ട് വാ. മുത്തശ്ശി എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വാ. അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ട് ഇങ്ങോട്ട് വാ. എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാവരും പോവാണ് കേട്ടോ. മുത്തശ്ശിയും നവ്യയും നയനയും മാത്രമേ ആ വീട്ടിലുള്ളൂ. അങ്ങനെ മുത്തശ്ശിന്റെ മുറിയിലേക്ക് നയനെ പോയി നോക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നയനെ പറയുന്നുണ്ട്, അവരിവിടെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ കള്ളത്തരം ചെയ്യുന്നത് ശരിയാണോ ചേച്ചി? എനിക്കതിന് മനസ്സ് അനുവദിക്കുന്നില്ല. എടി, നമ്മൾ ചെയ്യുന്നത് കള്ളത്തരമല്ല, നമ്മളൊരു കാര്യം അന്വേഷിക്കുക, അതെങ്ങനെ കള്ളത്തരമാകും? പക്ഷെ ഇത് മറ്റാരെങ്കിലും കണ്ട നമ്മളുടെ മേലെ വെറുതെ പഴി വീടുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇത് ഇങ്ങനെ ചെയ്യാണ്. എന്നിട്ട് ഒരു സ്റ്റൂൾ എടുത്തിട്ട് ഇട്ടിട്ട് നവ്യ പറയുന്നുണ്ട്, നീ ഇതിന്റെ മുകളിൽ കയറിയിട്ട് ആ CCTV ഒന്ന് മൂടി വെച്ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന ആ സ്റ്റൂളിന്റെ മണ്ടയിൽ കയറിയിട്ട് ആ CCTV ഇങ്ങനെ മൂടി വെക്കാണ്. ഇനി നീ ധൈര്യമായിട്ട് നമുക്ക് പോകാമല്ലോ, ഇനി പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റൂൾ മാറ്റിയിട്ടിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് നേരെ അനാമികയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നയനെ പറയുന്നുണ്ട്, എന്റെ പൊന്നി ചേച്ചി, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുവോ, ആരെങ്കിലും വരുവോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തെങ്കിലും അറിഞ്ഞാലേ നമ്മൾ നാളെ കിട്ടുപോകും എന്ന് പറയുന്നുണ്ട്. നയന, പേടിച്ച ഒരു കാര്യം നടക്കില്ല, നീ മര്യാദയ്ക്ക് കയറി വന്നേ എന്ന് പറയുന്നുണ്ട്. നവ്യ പറയാണ്, ദാ അങ്ങോട്ട് നോക്കിക്കേ, അവളുടെ ഡ്രസ്സൊക്കെ മൂലയ്ക്ക് കൂട്ടി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നിന്നോട് പറയാതിരിക്കും അലക്കാൻ. അങ്ങനെ എങ്ങാണ് എന്തെങ്കിലും ചെയ്താലേ നിന്നെ ശരിയാക്കും പറഞ്ഞേക്കാം. അവളുടെ അടിമപ്പണിയൊന്നും നീ ചെയ്യണ്ട. എന്ത് വൃത്തിയുള്ള മുറിയാന്നല്ലേ ഇത്? ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് അടിച്ചു വരണമെന്ന് കയറാറില്ല, അതുകൊണ്ട് കാണാനുമുണ്ട് എന്ന് പറയണം നയന.
ഇനിയിപ്പോൾ ഈ ആഴ്ച മീനാക്ഷി ഇല്ലല്ലോ, അവൾ മീനാക്ഷി കൊണ്ട് ചെയ്യിക്കാൻ നിൽക്കുകയായിരിക്കും എന്ന് നവ്യ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അലമാരിക്കകത്ത് ഇങ്ങനെ അലമാര തുറക്കാണ്. അങ്ങനെ ഇവര് ആ ഒരു അലമാര മുഴുവനും തുറന്ന് നോക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ചെറിയ ഡ്രോയ്ക്കകത്തായിട്ട് അവളുടെ സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അവർ ആ ജ്വൽ സെറ്റ്സ് എല്ലാം എടുത്ത് നോക്കുകയാണ്. ഈ സമയത്ത് നയനയും നവ്യയും പറയുന്നുണ്ട്, ഇതിനകത്ത് 40 പവന്റെ സ്വർണം ലോക്കറിൽ വെച്ചെന്ന് അവൾ അമ്മ വല്യമ്മയോട് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. ബാക്കി സ്വർണം ഇവിടെ ഉണ്ട്. അതായത് അവളുടെ കയ്യിലുണ്ടായിരുന്ന 60 പവനും പിന്നെ നിന്റെ അമ്മായിമ്മ കൊടുത്ത 10-70 പവന്റെ സ്വർണം, അങ്ങനെ എല്ലാം കൂട്ടി 120 പവന്റെ സ്വർണം കാണണം. പിന്നെ അവരുടെ വീട്ടുകാർ കൊണ്ടുവന്നല്ലോ ഗിഫ്റ്റൊക്കെ, അതിന് കൂടാതെ വേറെ കുറേ ഗിഫ്റ്റുകൾ അവൾക്ക് കിട്ടിയായിരുന്നല്ലോ അവളുടെ അമ്മായിമ്മ കൊടുത്തതും. അങ്ങനെ കുറെ എങ്ങനെ പോയാലും 150 പവന്റെ സ്വർണം കാണേണ്ടതാ. നീ ഇതൊക്കെ ഒന്ന് നോക്കിയേ, ഇത് ഏകദേശം എത്ര പവൻ വരും? നയന പറയാണ്, ഇതിൻ്റെ എല്ലാം മതിപ്പും തൂക്കവും കണ്ടിട്ട് എനിക്ക് എങ്ങനെ പോയാലും ഒരു 50 പവന് താഴെ തോന്നുള്ളൂ. അല്ലേ, അതാ ഞാനും പറഞ്ഞത്. നീ സ്വർണ്ണം ഡിസൈനൊക്കെ ചെയ്യുന്ന ആളല്ലേ, അത്യാവശ്യം നിനക്കും വെയിറ്റ് അറിയാം. എന്തായാലും നമ്മൾ സ്വർണ്ണം യൂസ് ചെയ്യുന്നവരാ, എനിക്കും അറിയാം. ഇത് എങ്ങനെ ഞാൻ നോക്കിയിട്ടും 40-ന് മേളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നയന എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാക്കി സ്വർണ്ണമൊക്കെ എവിടെ പോയി ചേച്ചി? അതാ ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോകാനാണ് അവളുടെ അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. പിന്നെ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും സമാധാനം കളയാനും അതിനോട് തന്നെയാ അവർ വരുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനെ അവിടെ അങ്ങ് നോക്കിയിട്ട് കാണാനായിട്ട് നമ്മുടെ മുത്തശ്ശി പതിയെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി അവിടെ നിങ്ങൾ തപ്പുവാണ് നയനയുടെ മുറിയിൽ പോയി നോക്കുന്നുണ്ട്, കാണുന്നില്ല. നവിയുടെ മുറിയിലും പോയി നോക്കുന്നുണ്ട്, കാണുന്നില്ല കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ തപ്പി തപ്പി വരികയാണ്. ഈ സമയത്ത് നയന പറയാണ്, എന്തായാലും ഇതെല്ലാം നമുക്കൊരു തെളിവാണ്, നമുക്കിതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോട്ടോ അല്ലാടി വീഡിയോ സഹിതം എടുത്തു വെക്കുന്ന പറഞ്ഞിട്ട് നയന ഈ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ഇവർ അലമാരി ഫുള്ള് കംപ്ലീറ്റ് അരിച്ചു വെറുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒരു സ്വർണ്ണത്തിന്റെ തരി പോലും കാണുന്നില്ല, വേറെ ഒന്നും തന്നെ കാണുന്നില്ല കേട്ടോ. അപ്പൊ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ബാക്കി സ്വർണ്ണം മൊത്തം ഇവള് അവർക്ക് കൊടുത്തിട്ട് തന്നെയാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. വേറെ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരവിടെ എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ കിട്ടുന്നില്ല കേട്ടോ. ബാക്കി എല്ലാ റീഡിങ്സും അവൾ ഫോൺ വഴിയാണല്ലോ, ഫോണ് കൊണ്ടുവയ്ക്കുന്നുണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവരെല്ലായിടത്തും അരിച്ചു പിറക്കി നോക്കുകയാണ്. ഈ സമയത്ത് ആനയുടെ ഒരു ഡയറി ഒട്ടിക്കുന്നവർ കാണുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞ നവ്യ ഇങ്ങനെ അത് മറിച്ച് നോക്കുമ്പോഴായിരിക്കും ആ ഒരു സംഭവം കണ്ട് ഇവർ ഞെട്ടിപ്പോകുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ നന്ദുവിൻ്റെ ഒരു ഫോട്ടോ ആയിരിക്കും ആനയുടെ ഡയറിക്കകത്താണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് കണ്ടോ നയനെന്ന് പറഞ്ഞിട്ട് നവ്യ വിളിച്ച് കാണിക്കാണ്. ഈശ്വര, നന്ദുവിന്റെ ഫോട്ടോ ഇവൻ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ ആ ഒരു സ്ഥലത്ത് തന്നെ നന്ദുവിന് വേണ്ടിയിട്ട് ഒരു പ്രണയ കവിതയൊക്കെ അവൻ എഴുതിയിട്ടുണ്ട്. നന്ദുവിന് ഒരുപാട് ഇഷ്ടമാണെന്നും ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സ്ഥലത്താണ് ഈ ഫോട്ടോ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഇവര് ഷോക്കാവാണ്. നവി പറയുന്നുണ്ട്, എന്റെ പൊന്നെ, ഇതെങ്ങാണ് അവൾ കണ്ടെന്ന് കൊണ്ട് തീർന്നേനെ. നയന പറയാണ്, അതെ, അനാമി എങ്ങാണിത് കണ്ടാ പിന്നെ അത് മതി ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ തന്നെ പാവം എനിക്ക് ഒരു സമാധാനം ഇല്ല. ഇനി ഇതെങ്ങാനും കണ്ടാ പിന്നെ ആ ചെറുക്കൻ്റെ താലി അവൾ പറിക്കും എന്നും പറഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോയും ആ ഒരു കവിത എഴുതിയ ഒരു ലൈന് ആ ഒരു പേജ് കൂടി ഇവർ കീറിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡയറി അവിടെ തന്നെ വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നയനേനെയും നവീനും വരുന്ന മുത്തശ്ശി ഇങ്ങനെ തപ്പി വരുന്നുണ്ട്. നമ്മുടെ നയനയുടെ നവീനെ പുറകിൽ ഇങ്ങനെ കൈ ഇങ്ങനെ തൊടുമ്പോഴേക്കും ഇവർ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടിയാണ് ആ ഒരു എപ്പി അവസാനിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി സ്റ്റോറി നമ്മൾ അടുത്തോടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.